പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന MP വീരേന്ദ്രകുമാർ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 4 വർഷം. രാജ്യം മാറ്റം പ്രതീക്ഷിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത രാഷ്ട്രീയ നേതാവിന്റെ ഓർമ്മയെത്തുന്നത്. ഭരണകർത്താവായും ജനപ്രതിനിധിയായും എഴുത്തുകാരനായും മലയാളികളെ ഏറെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു വീരേന്ദ്രകുമാർ. ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായിരുന്നു MP വീരേന്ദ്രകുമാർ. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന വീരേന്ദ്രകുമാർ വിവിധ മേഖലകളിൽ തൻ്റേതായ ഇടം കണ്ടെത്തി. ഭരണകർത്താവായും ജനപ്രതിനിധിയായും എഴുത്തുകാരനായും പ്രഭാഷകനായും പരിസ്ഥിതി പ്രവർത്തകനായും പത്രാധിപരായും അരനൂറ്റാണ്ടിലേറെ കാലം നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചു. വിട പറഞ്ഞിട്ട് 4 വർഷമാകുമ്പോഴും അദ്ദേഹം വ്യാപരിച്ച മേഖലകളെല്ലാം ആ സാന്നിധ്യത്തെ കൂടുതൽ ഓർക്കുന്നു. രാജ്യം വലിയ ഭീഷണി നേരിടുകയും നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് മതേതരത്വത്തിൻ്റെ ശക്തനായ വക്താവിൻ്റെ ഓർമ്മദിനം എത്തുന്നത്. ഇലക്ഷൻ സമയത്ത് നടക്കുന്ന ക്യാമ്പയിൻ നമ്മൾ ശ്രദ്ധിച്ചതാണ്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും ഒരു ബഹുസ്വരതയുള്ള രാജ്യത്തെ ഒരു ഏക വിചാരധാരയെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ശ്രീ വീരേന്ദ്രകുമാർ എന്നും മതേതരത്വത്തിന് വേണ്ടിയിട്ടും ജനാധിപത്യത്തിന് സോഷ്യലിസത്തിന് വേണ്ടി അദ്ദേഹം പോരാടിയ ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളും ആശയങ്ങളും എല്ലാം തന്നെ വളരെ ദൃഢമായി മനുഷ്യരുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭാവം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ MP വീരേന്ദ്രകുമാർ പിന്നീട് ലോഹിയുടെ അടുത്ത അനുയായിയായി മാറി. അടിയന്തരാവസ്ഥയിൽ ജയിൽവാസമനുഷ്ഠിച്ചു. ജയിലിലെ സഹതടവുകാരനായിരുന്നു പിണറായി വിജയൻ. കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കാലം ഇടതുമുന്നണിക്കൊപ്പം നിലകൊണ്ട വീരേന്ദ്രകുമാർ ഇടയ്ക്ക് UDF-ലേക്ക് പോയെങ്കിലും പിന്നീട് LDF-ൽ തിരിച്ചെത്തി. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി തുടരുമ്പോഴും ശ്രദ്ധേയമായ ഒട്ടനവധി കൃതികളുടെ സ്രഷ്ടാവ് കൂടിയായിരുന്നു MP വീരേന്ദ്രകുമാർ. AK ലതീഷ്, കോഴിക്കോട്.